മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. പുസ്തകപ്പുരയിലെ കുട്ടികൾ എഴുതിയ ആസ്വാദന കുറിപ്പുകളുടെ സമാഹാരമായ വായനാലഹരി പൊതുവിദ്യാഭ്യാസവും തൊഴിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറി. കുട്ടികൾ നേരിട്ടാണ് പുസ്തകം മന്ത്രിക്ക് കൈമാറിയത്. കേരളത്തിന്റെ സാംസ്കാരിക ജീവനാഡിയായിരുന്ന പല വായനശാലകളും 2018 പ്രളയത്തിനു ശേഷം ശുഷ്കമായപ്പോഴാണ് ഡോക്ടർ NR ഗ്രാമപ്രകാശിന്റെ നേതൃത്വത്തിൽ പുസ്തകക്കൂട എന്ന പേരിൽ വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് 2022 കുട്ടികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ നൽകുന്ന പുസ്തകപ്പുര എന്ന പദ്ധതി ആരംഭിച്ചത്. 3 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വീട്ടിൽ ഒരു കൊച്ചു വായനശാല ഒരുക്കുന്നതിനായി 50 പുസ്തകങ്ങൾ വീതമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. വായനാശീലമുള്ള കുട്ടികളെ അഭിമുഖം നടത്തിയാണ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടകര, തൃശൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ, ചെറുതുരുത്തി, ചേലക്കര, തളിക്കുളം എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് ഇതുവരെ പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. 10 പുസ്തകങ്ങൾ വീതം 3 ഘട്ടങ്ങളിലായി 5000-ഓളം പുസ്തകങ്ങളാണ് ഇതിനകം വിതരണം ചെയ്തത്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ കുട്ടികൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ലഭിച്ച 258 കുറിപ്പുകളിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് വായനാലഹരി എന്ന ഈ സമാഹാരത്തിലുള്ളത്. ഡോക്ടർ ബീന KR ആണ് ഈ പുസ്തകത്തിന്റെ സമാഹരണം നിർവഹിച്ചത്. ചടങ്ങിൽ പുസ്തകപ്പുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷനായിരുന്നു. പുസ്തകപ്പുരയിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യമായിരുന്ന വായനാശീലമുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് എന്ന ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു. ഇതിനായുള്ള ഫയൽ ഒപ്പിട്ടുവെന്നും ഉത്തരവ് ഉടനെ ഇറങ്ങുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.